കർത്താവിന് മഹത്വം. തിരുസന്നിധി എന്ന പ്രഭാത വചന സന്ദേശ പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കുന്നത് സകലവും സാധ്യമാക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. അത് നാം പഠിച്ചു കഴിഞ്ഞു. ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്നുള്ള ചിന്തകൾ നമുക്ക് തിരുവഴുത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഇന്ന് വീണ്ടും മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ വിശ്വസിക്കുന്നവന് സകലവും കഴിയും. ഈ ഭാഗം നാം പഠിക്കുമ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ച് ഊമനും ചെകിടനുമായ മകനെയും കൊണ്ട് ഒരു പിതാവ് യേശുവിന്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവനെ സൗഖ്യമാക്കുവാൻ യേശുവിന്റെ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. ഈ പിതാവ് യേശുവിനോട് ഇങ്ങനെ പറയുന്നു, നിനക്ക് വലതും കഴിയും എങ്കിൽ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിനോടുള്ള ഒരു അപേക്ഷയാണ്. യേശു കർത്താവിന്റെ മറുപടി അതൊരു ശാസന രൂപത്തിലായിരുന്നു. നിന്നാൽ കഴിയും എങ്കിലെന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് കർത്താവ് പറഞ്ഞു. ഉടനെ ബാലന്റെ അപ്പൻ നിലവിളിച്ചുകൊണ്ട്, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിനെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. വാക്യം 24. ഉടനെ യേശു ആ അശുദ്ധാത്മാവിനെ ശാസിച്ചു. ആ ബാലൻ വിടുവിക്കപ്പെട്ടു. ഓൾ തിങ്സ് ആർ പോസിബിൾ. സകലവും സാധ്യമാണ്. വേണ്ടത് വിശ്വാസം മാത്രം. പ്രിയമുള്ളവരെ, വിശ്വാസം ഒരുവനിൽ ഉൽപ്പാദിപ്പിക്കുന്നത് വചനമാണ്. റോമാലേഖനം 10:17 പറയുന്നു, വിശ്വാസ കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അതുകൊണ്ട് വചനത്തിൽ അധിഷ്ഠിതമായ വിശ്വാസമാണ് ദൈവിക പ്രവൃത്തിക്ക് അടിസ്ഥാന ഹേതു. അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് പ്രവർത്തിക്കുന്ന ഏക മീഡിയം അല്ലെങ്കിൽ പ്രവർത്തനക്ഷമത വെളിപ്പെടുത്തുന്നത് വിശ്വാസം എന്ന മാനദണ്ഡത്തിൽ കൂടിയാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് പലകാലം വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി നിങ്ങളിൽ കൂടി വെളിപ്പെടുവാൻ ഇടയാകട്ടെ എന്നാണ് എബ്രായ ലേഖനം 11:1. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. കാണാത്ത കാര്യങ്ങൾ പ്രിയമുള്ളവരെ ഒരിക്കലും ഇല്ലാത്ത കാര്യങ്ങളല്ല. നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണുന്നില്ലെന്നേ ഉള്ളൂ. എന്നാൽ അതിനപ്പുറത്ത്, പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്ത്, അറിവുകൾക്കപ്പുറത്ത്, ബുദ്ധിക്കപ്പുറത്ത്, നമ്മുടെ മനുഷ്യമായ യുക്തിക്കപ്പുറത്ത്, അല്ലെങ്കിൽ നാം കാണുന്നതിനും കേൾക്കുന്നതിനും അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും സ്പർശിക്കുന്നതിനും അതിനും അപ്പുറത്ത് വിശ്വാസം അതിന്റെ വിടുതലുകൾ നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും. വിശ്വാസത്തിന് അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ദൈവത്തിന് വചനം പറയുന്നു, ഞങ്ങൾ നടക്കുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. വിശ്വാസം ദൈവത്തിൽ നിന്ന് വരുന്നു. ദൈവത്തിന് വിശ്വാസം എന്ന് വചനം പറയുന്നു. ദൈവത്തിന് വിശ്വാസമുള്ളവരായിരിക്കും വചനം നമ്മളെ വെളിപ്പെടുത്തുന്നു. വിശ്വാസത്താൽ നമുക്ക് രക്ഷിക്കപ്പെടാം. വിശ്വാസത്താൽ രോഗസൗഖ്യം പ്രാപിക്കാം. വിശ്വാസത്താൽ പരാജയങ്ങളെ വിജയമാക്കാം. വിശ്വാസം സാത്താനെതിരെയുള്ള ഒരു വലിയ ആയുധമാണ്. വിശ്വാസം ദൈവത്തെ ചലിപ്പിക്കുന്നു. വിശ്വാസത്താൽ അസാധ്യങ്ങൾ സാധ്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ തിരുവെഴുത്തുകളിൽ നാം ഇങ്ങനെ കാണുന്നത്, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. അതുമാത്രമല്ല, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഈ വചനം കർത്താവ് വെളിപ്പെടുത്തിയത് ബഥാനിയയിലെ ലാസറിന്റെ വീട്ടിലാണ്. അവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, മാർത്തയുടെയും മറിയുടെ ഏക സഹോദരൻ മരിച്ചു, അടക്കപ്പെട്ടു. ഇപ്പോൾ 4 ദിവസമായി കല്ലറക്കുള്ളിലായിരിക്കുന്നു. പക്ഷെ ആ വീട്ടിൽ യേശു കർത്താവ് ചെന്ന് ആ പ്രിയപ്പെട്ടവരോട് രോഗവിവരത്തെക്കുറിച്ചോ ലാസറിനെ ബാധിച്ച ദീനത്തെക്കുറിച്ചോ രോഗം മൂർച്ഛിച്ച് പെട്ടെന്ന് മരിച്ചതിന്റെ പശ്ചാത്തലങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ മരണ ദിവസം ആ കുടുംബം കടന്നുപോയ സാഹചര്യത്തിൽ തനിക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു അനുശോചനം, അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ ബാക്കിയുള്ള നാട്ടുകാരും വീട്ടുകാരും കുടുംബാംഗങ്ങളും ഒക്കെ ആ വീട്ടിൽ വന്നതുപോലെ ഒരുവനായിട്ടല്ല യേശു അവിടെ വന്നത്. അവിടെ വന്നവരാരും ഈ സഹോദരിമാരോട് പറയാത്ത ഒരു പ്രധാനപ്പെട്ട ദൂത് യേശു ആ കുടുംബത്തിൽ കൈമാറി. അത് ഇപ്രകാരമാണ്, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നിങ്ങൾ ലാസറിനെ കാണുമെന്നല്ല, ദൈവ മഹത്വം. പ്രിയമുള്ളവരെ, കർത്താവ് അവിടെ വെളിപ്പെടുത്തുവാൻ പോകുന്ന ആ മഹത്വത്തിൽ ലാസറുണ്ട്. ആ കുടുംബത്തിന്റെ വിഷയത്തിന്റെ പരിഹാരമുണ്ട്. കർത്താവ് അവിടെ വെളിപ്പെടുത്തുന്ന ദൈവിക മഹത്വത്തിൽ നാളുകളായി ഈ സഹോദരിമാർ പ്രാർത്ഥിച്ച, ആഗ്രഹിച്ച, മരണത്തിന് വേളകളിൽ ദുഃഖിച്ച് മനസ്സ് നീറി ഏകാന്തത അനുഭവിക്കുന്ന ഈ സഹോദരിമാർക്ക് ഒരുപക്ഷെ ഇപ്പോൾ ആവശ്യം മഹത്വമല്ല, അവർക്ക് ആവശ്യം അവരുടെ സഹോദരൻ ലാസറിനെയാണ്. പക്ഷെ ഒരിക്കലും കർത്താവ് ലാസറിനെ കുറിച്ച് ഒന്നും മിണ്ടിയില്ല. കർത്താവ് വെളിപ്പെടുത്തുന്നത് ദൈവ മഹത്വമാണ്. അതിൽ ലാസർ ഉണ്ടായിരുന്നു. ലാസർ പുറത്തു വന്നു. കല്ലർവാതിക്കൽ വന്ന് അനേകം ലാസറെ എന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ആരുടെയും വാക്കുകൾ കേട്ട് ലാസർ പുറത്തു വന്നില്ല. ജീവന്റെ നായകനായ, മരണത്തിന്മേൽ അധികാരിയായ, പുനരുത്ഥാനത്തിന്റെ ദൈവമായ ക്രിസ്തു ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ലാസർ പുറത്തു വന്നു. മരിച്ചവർ പുറത്തു വരട്ടെ എന്നല്ല പറഞ്ഞത്, ലാസർ മാത്രം. കാരണം ഒരു കുടുംബം കർത്താവിൽ വിശ്വസിച്ചവരാണ്, കർത്താവിൽ പ്രത്യാശ വെച്ചവരാണ്, ക്രിസ്തുവിനെ അറിഞ്ഞവരാണ്. ആ കുടുംബത്തെ നേരിട്ട ഒരു പ്രയാസത്തിൽ, പ്രശ്നത്തിൽ കർത്താവ് അവർക്ക് വേണ്ടി ഇടപെട്ടു. ഇന്നും വിശ്വസിക്കുന്നതിന് വേണ്ടി സകലവും സാധ്യമാണ്. കർത്താവ് തന്റെ മഹത്വം നിങ്ങളുടെ ലൈഫിലും വെളിപ്പെടുത്തും. നിങ്ങളുടെ ലാസർ പുറത്തു വരും. നിങ്ങൾ വിടുവിക്കപ്പെടും. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കും. നിങ്ങൾ നന്മ കാണും. നമുക്ക് വിശ്വസിക്കാം, ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. ഗോഡ് ബ്ലെസ് യു.